ഉച്ചകഴിഞ്ഞ് 3 മണിക്ക് പ്രാർത്ഥിക്കുന്നത് യേശുവിന്റെ കുരിശുമരണത്തെ അനുസ്മരിക്കുന്ന വലിയ കരുണയുടെ സമയമായി കണക്കാക്കപ്പെടുന്നു. ഈ സമയം പാപികളുടെ മാനസാന്തരത്തിനും ലോകം മുഴുവനു വേണ്ടിയും പ്രത്യേക കൃപകൾ ലഭിക്കുന്നതിനും പ്രാർത്ഥിക്കേണ്ട സമയമാണ്. 1937 ഒക്ടോബറിൽ പോളണ്ടിൽ വെച്ച് യേശുക്രിസ്തു സിസ്റ്റർ ഫൗസ്റ്റീനയോട് തന്റെ മരണസമയത്തെ വണങ്ങാനും തന്റെ പീഡാനുഭവത്തിന്റെ മൂല്യത്തെയും ഗുണങ്ങളെയും ധ്യാനിച്ചുകൊണ്ട് പ്രാർത്ഥനയിൽ തന്നോട് കൂടി ആയിരിക്കാനും നിർദ്ദേശിച്ചു. ഫൗസ്റ്റീനയുടെ വെളിപ്പെടുത്തലുകൾ പ്രകാരം ഈ മണിക്കൂറിൽ പ്രാർത്ഥിക്കുന്നവർക്ക് ഒന്നും നിഷേധിക്കപ്പെടില്ല എന്നാണ്. ഉച്ചയ്ക്ക് 3 മണിക്ക് ലോകത്തിന് മുഴുവൻ കാരുണ്യം ലഭിക്കുന്ന സമയമാണ്. ഈ സമയം പ്രാർത്ഥിക്കുന്നവർക്ക് യേശു തന്റെ പീഡാസഹനത്തിന്റെ യോഗ്യതകളിലൂടെ പ്രത്യേക അനുഗ്രഹങ്ങൾ വാഗ്ദാനം ചെയ്യുന്നു. ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്ന് ഞങ്ങൾക്ക് കാരുണ്യ സ്രോതസ്സായി ഒഴുകിയിറങ്ങിയ തിരുരക്തമേ, തിരുജലമേ, ഞാൻ അങ്ങയിൽ ശരണപ്പെടുന്നു എന്ന് പറഞ്ഞ് ഈ തിരുമണിക്കൂറിൽ ചൊല്ലി പ്രാർത്ഥിച്ചാൽ കർത്താവിന്റെ പ്രത്യേക കരുണ ലഭിക്കുമെന്ന് വിശുദ്ധ ഫൗസ്റ്റീന തന്റെ ഡയറിയിൽ പറയുന്നുണ്ട്. ഈശോയുടെ കുരിശുമരണത്തെക്കുറിച്ച് ധ്യാനിക്കാനും യേശുവിന്റെ ഉപേക്ഷിക്കപ്പെടലിനെക്കുറിച്ച് ചിന്തിക്കാനും പ്രത്യേകിച്ചും കുരിശിന്റെ വഴി ചൊല്ലാനും ഈ സമയം അനുയോജ്യമാണ്. ഈ സമയത്ത് പ്രാർത്ഥിക്കുന്നവർക്ക് ദൈവിക സംരക്ഷണവും ആശ്വാസവും ലഭിക്കുന്നു. വിശുദ്ധ കുർബാനയുടെ ആരാധനയിലോ അല്ലെങ്കിൽ എവിടെയാണോ അവിടെ ഇരുന്ന് എളിമയോടെ പ്രാർത്ഥിച്ചോ ഈ സമയം ആചരിക്കാം. ഈ സമയം കരുണയുടെ കൊന്ത ചൊല്ലുന്നത് ഉത്തമമാണ്.